ഹായ്, യൂട്യൂബ് ശ്രോതാക്കൾക്ക് പൊന്നിയമ്മ കിച്ചൻസിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്നിവിടെ ചെറുകാ കൊണ്ടുള്ളൊരു ബജിയാണ് ഉണ്ടാക്കുന്നത്. അതിന് ചെറുകായാണ്, ഇത് ആറ്റുകണ്ണൻ്റെ കായാണ്. അതുകൊണ്ട് ഉണ്ടാക്കാമെന്നും കൊണ്ടാണ്. ഇപ്പോൾ ഒരു വളരെ കായുണ്ട്, 2, 4, 6, 8, 9 കായുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെത്തതിൻ്റെ പുറത്തെ തൊലിയൊന്ന് കളയുക. നല്ലപോലെ വെളുക്ക ചെത്തണ്ട, ഈ പുറത്തെ കരിന്തൊലി മാത്രം കളഞ്ഞാൽ മതി. ഇതിൻ്റെ വാലൊന്ന് കളഞ്ഞിട്ട് നമുക്കിങ്ങനെ ചെറുതായിട്ട് കീറി വെള്ളത്തിലിടണം. ഇതിന് കറയുണ്ട്, കറയായിരിക്കും അല്ലെങ്കിൽ. ഈ കാരണത്തിന് എടുക്കുന്നത് ഒരു കാ 3ആയിട്ട് കീറുന്നത്. ഒന്നിടാൻ തോന്നും, 4ആയിട്ട് കീറുക. അപ്പോൾ തീരെ കുഞ്ഞതാകും. കാവജിക്കുള്ള ചെത്തി കീറി വെച്ച് ഈ കാരണത്തിലാണ് ഇട്ടിട്ടുള്ളത്. തപ്പടിയും കറയായതുകൊണ്ടാണ് കഴി വാരിയത്. ഞാൻ വെള്ളത്തിലിട്ട് കഴി വാരിയതാണ്. അല്ലെങ്കിൽ കറ ചവയ്ക്കും, വറുത്താലും കറ ചവയ്ക്കും. നമുക്കിനി ഇതിനുള്ള മാവ് കൂട്ടാം. അരിപ്പൊടിയാണ്, ഇതുകൊണ്ട് ഈ ഡപ്പായ്ക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ്. 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്. ഇത് ഒരു കട്ട വെളുത്തുള്ളി, ഒരു 1/2 ഇഞ്ച് ഇഞ്ചിയും കൂടാണ്. ഇത് ചതച്ച് വാരി അതിനകത്ത്. അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് കടിക്കും, അതിന് വേണ്ടിയിട്ടാണ് ചതച്ച് വാരിയെടുത്തത്. കായപ്പൊടി 1/4 സ്പൂണ്. മുളക് പൊടി എരിവും ഉള്ളതും എരിവില്ലാത്ത കൂടി മിക്സ് ചെയ്തേക്കുന്നതാണ്. 1 സ്പൂൺ മുളക് പൊടി ഇടുന്നുള്ളൂ, എരിവുള്ളതാണ്. ഉപ്പ് പാകത്തിന്. കാൽ സ്പൂൺ ബേക്കിംഗ് സോഡ. നമുക്ക് തിളയ്ക്കത് മിക്സ് ചെയ്യാം. കുറേച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് എണ്ണ പകരുവാണ്. നമ്മുടെ മാവ് പരുവത്തിലാണ് വെച്ചിരിക്കുന്നത്. എണ്ണയ്ക്കകത്ത് ഇടുവാണ്. ഞാൻ ഇതിൻ്റെ നിറം കയ്ക്കകത്തോട്ട് കോരിയിടുകയാണ്. നമ്മുടെ കായുടെ ബജി റെഡിയായി.
ചൂടാണ് നല്ലൊരു വേഗം ചെയ്തു നല്ല മുരുമുരുന്നായി. ചൂടാണ് നല്ല ടേസ്റ്റും ഉണ്ട്. വേഗം ചെയ്ത് നല്ലൊരു മുരുമുരുന്നായി. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.